പാകിസ്ഥാനിലെ ചൈന ബിൽ പ്രളയ സാധ്യത. പക്ഷെ പാകിസ്ഥാൻ വെള്ളം കുടിച്ച് മരിക്കട്ടെ എന്ന് ഭാരതം ചിന്തിച്ചില്ല. മറിച്ച് ഭാരതം എടുത്തത് മാതൃകാപരമായ തീരുമാനം. ജമ്മു കാശ്മീരിലെ സലാൽ അണക്കെട്ടിന്റെ സ്പിൽവേ ഗേറ്റുകൾ തുറന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. ഇതേ തുടർന്ന് ചെനാബ് നദിയിൽ പ്രളയ സാധ്യത എന്ന ഭാരതം ഇസ്ലാമാബാദിന് ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മൺസൂണിന് മുന്നോടിയായി അണക്കെട്ടിലെ ചെളി നീക്കം ചെയ്യുന്നതിനാണ് സലാൽ ഡാമിന്റെ ഗേറ്റുകൾ തുറന്നത്. ഇതിനെ തുടർന്ന് അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ ജലനിരപ്പ് 2 മുതൽ 3 മീറ്റർ വരെ പെട്ടെന്ന് ഉയർന്നേക്കാം എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ഭാരതത്തിൽ നിന്നുള്ള കൃത്യമായ സുരക്ഷാ മുന്നറിയിപ്പ് ഇത്തരത്തിൽ ലഭിച്ചതിനെ തുടർന്ന് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ദുരന്ത നിവാരണ സേനകളെ സജ്ജമാക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. സിന്ധു നദീ ജല കരാറിന്റെ പേരിൽ അന്താരാഷ്ട്ര വേദികളിൽ ഭാരതത്തിനെതിരെ നിരന്തരം വ്യാജ പ്രചാരണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. കടുത്ത പ്രകോപനങ്ങൾക്കിടയിലും കൃത്യമായ മാനുഷിക പരിഗണനയും സുരക്ഷാ മുന്നറിയിപ്പും നൽകിയ ഭാരതം ഇവിടെ മാതൃകയാവുകയാണ്. അടുത്തിടെ നടന്ന ഭീകര ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരുന്നു. ജലകരാർ ലംഘിച്ചുകൊണ്ട് ഭാരതം വെള്ളത്തെ ആയുധമാക്കുകയാണ് എന്ന് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ആരോപിക്കുകയും ചെയ്ത സമയത്താണ് ഭാരതത്തിന്റെ മാതൃകാപരമായ നീക്കം. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ സത്ലജ് നദിയിലെ പ്രളയ സാധ്യത മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് 10,000-കണക്കിന് പാക് പൗരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ ഭാരതം സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. അയൽരാജ്യത്തിന്റെ ശത്രുതാപരമായ നിലപാടുകൾക്കും കുപ്രചാരണങ്ങൾക്കും മുൻപിൽ വിട്ടുവീഴ്ചയില്ലാത്ത ദേശീയ സുരക്ഷ ഉറപ്പാക്കുമ്പോഴും ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാകാതിരിക്കാൻ ഭാരതം കാണിക്കുന്ന ഈ ഉത്തരവാദിത്ത ബോധം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയാണ്. ജമ്മു കാശ്മീരിലെ സലാൽ അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യ തുറന്നിരുന്നു. 12 ഷട്ടറുകളാണ് തുറന്നത്. ചെനാബ് നദിക്ക് കുറുകെ റിയാസിയിലാണ് സലാൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായിരുന്നു. ഇതോടെയാണ് ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നത്. വെള്ളം കുത്തി ഒഴുകി തുടങ്ങിയതോടെ പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് പ്രളയ സാധ്യത നിലനിൽക്കുന്നത്. നേരത്തെ ഉറി ഡാമുകളുടെ ഷട്ടറുകളും ഇന്ത്യ അപ്രതീക്ഷിതമായി തുറന്നിരുന്നു. സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ചതിന് ശേഷം ഇന്ത്യ മേഖലയിൽ തുറന്നുവിടുന്ന 2ാമത്തെ ഡാമാണ് സലാൽ. കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് നൽകാതെ സലാൽ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഇന്ത്യ അടയ്ക്കുകയും ചെയ്തിരുന്നു. പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് ബന്ധം രൂക്ഷമായതോടെ ഭീകരവാദത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയിരുന്നു. വെടിനിർത്തൽ ധാരണ ആയെങ്കിലും സിന്ധു നദീ ജല കരാർ റദ്ദാക്കിയത് പുനഃപരിശോധിക്കില്ല എന്ന് രാജ്യം ആവർത്തിക്കുകയാണ്. ഇന്ത്യയുടെ വെള്ളം ഇന്ത്യക്ക് മാത്രം എന്നാണ് നരേന്ദ്രമോദിയുടെ നിലപാട്. പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായി സിന്ധു നദീ ജല ഉടമ്പടി റദ്ദാക്കി ഇന്ത്യൻ നടപടിയിൽ ഇടപെടാനില്ല എന്ന് ലോകബാങ്കും നിലപാടെടുത്തിരുന്നു. 2 രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രശ്നത്തിൽ ഇടപെടില്ല എന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ അറിയിച്ചു. അതേസമയം ഇന്ത്യ പാക് ബോർഡറിലെ കർത്താർപൂർ ഇടനാഴിയും തൽക്കാലം തുറക്കില്ല എന്ന് തന്നെയാണ് രാജ്യത്തിന്റെ നയം. ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാട് തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. പാകിസ്ഥാന്റെ തുടർ നീക്കം രാജ്യം നിരീക്ഷിച്ചു വരികയാണ്. അതിനിടെ വെടിനിർത്തൽ കരാറിന് ശേഷം പാകിസ്ഥാൻ വീണ്ടും വ്യോമപാത തുറക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.